കാസർഗോഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച കേസിൽ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മേൽപ്പറമ്പ് സ്വദേശി റംസാൻ സുൽത്താൻ ബഷീർ, തളങ്കര തെരുവത്ത് സ്വദേശി നാച്ചു എന്ന TH ഹാംനാസ്, പാലക്കാട് തെങ്കര സ്വദേശി P അസറുദ്ദീൻ എന്നിവരാണ് വിദ്യാനഗർ പോലീസിന് പിടിയിലായത്. കുമ്പള റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്ത് ബൈക്ക് മോഷ്ടിച്ച കേസിലും ഒരാൾ പിടിയിലായി. KB ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഏത് തരത്തിലാണ് ഈ കാർ മോഷണവുമായി ബന്ധപ്പെട്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത്? തീർച്ചയായും അപർണ, ഈ വാഹന മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ കാസർഗോഡ് നിന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത അത് ഉടമസ്ഥരൊക്കെ വലിയ തോതിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സംഭവം തന്നെയാണ്. അത്തരത്തിൽ സ്വന്തം ഡ്രൈവർ തന്നെ വാഹനം മോഷ്ടിക്കാൻ പദ്ധതിയിടുന്നു, അത്തരത്തിൽ ആസൂത്രണം ചെയ്യുന്നു, വലിയൊരു സംഘത്തെ തന്നെ അവസാനം പോലീസ് പിടികൂടുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതായത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മധൂർ സ്വദേശിയായ മുഹമ്മദിന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാണ് ഇത്തരത്തിൽ ഈ മേൽപ്പറമ്പ് സ്വദേശിയായ ബഷീർ എന്ന് പറയുന്ന ഈ ഡ്രൈവർ തന്റെ തളങ്കര ഉള്ള ഒരു ഹംനാസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിയായ അസറുദ്ദീൻ ഇവരുടെ സഹായത്തോടുകൂടി മോഷണം നടത്തുന്നത്. ഈ ഡിസംബർ 1-നാണ് ഈ വാഹനം മോഷണം പോകുന്നത്. പിന്നീട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഈ വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ സഹായത്തോടുകൂടി ഈ വാഹനം അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ കടന്നു പോകുന്നതായി തിരിച്ചറിയും. പിന്നീട് അഗളി പോലീസാണ് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് വെച്ച് വാഹനം പിടികൂടുന്നത്. ആ വാഹനം പിടികൂടുമ്പോഴേക്കും അതിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരുന്നു, ഇത് നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ അസറുദ്ദീൻ 1,80,000 രൂപയ്ക്കാണ് ഈ കാർ വാങ്ങുന്നത്. പിന്നീട് ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയാണ് ഈ വാഹനം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. GPS സൗകര്യം ഇതിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വളരെ പെട്ടെന്ന് പിടികൂടാനായതും. പിന്നീട് ഈ അസറുദ്ദീനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. ഈ ഡ്രൈവർ തന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി ഹാംനാസ് വഴി ഈ കാർ ഇവിടുന്ന് മോഷണം നടത്തുകയും പിന്നീട് അസറുദ്ദീൻ ഇത് വിൽപ്പന നടത്തുകയുമായിരുന്നു. എന്നാലും ഇവരുടെ പക്കൽ നിന്നും 1,40,000 രൂപ, അതായത് 1,80,000 രൂപയ്ക്കായിരുന്നു ഈ കാർ വിൽപ്പന നടത്തിയിരുന്നത്. ആ പണത്തിൽ നിന്നും 1,40,000 രൂപ പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അസറുദ്ദീനും അതുപോലെ തന്നെ ഹാംനാസും നിരവധി കേസുകളിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലൊപ്പം കണ്ണൂർ ജില്ലയിലും വിവിധ കേസുകളിലെ പ്രതികളാണെന്ന് അറിയുന്നു. ഇത്തരം പ്രതികളായവരെയാണ് ഈ ഡ്രൈവറായി വെക്കുന്നതെന്നും ഓർക്കണം. എന്തായാലും ഈ വിശ്വാസത, ഈ ഉടമസ്ഥരോടുള്ള വിശ്വാസത മുതലെടുത്ത് ഈ വാഹനം ഇത്തരത്തിൽ മോഷണം നടത്താൻ പദ്ധതി ഇടുകയായിരുന്നു. അങ്ങനെ ആ പദ്ധതിയിൽ ആണ് പോലീസ് കൃത്യമായി ഇടപെട്ട് പൊളിച്ചിരിക്കുന്നത്. ഇവരെ മൂന്ന് പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ അസറുദ്ദീൻ ഈ വാഹനത്തിൽ നിന്ന് തന്നെ അസറുദ്ദീനെ കിട്ടിയതുകൊണ്ടാണ് ഈ ഡ്രൈവറായ ഈ ബഷീറാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം പോലീസിന് കണ്ടെത്താൻ സാധിച്ചതും അങ്ങനെ അയാൾ പിടിയിലാകുന്നതും. എന്തായാലും ഇതോടൊപ്പം തന്നെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഒരു മോട്ടോർ ബൈക്ക് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ ബൈക്ക് മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലാകുന്നത്. കണ്ണൂർ സ്വദേശിയായ ഡൊമിനിക് എന്ന് പറയുന്ന ആളാണ് അറസ്റ്റിലായത്. ഇയാൾ ഈ വാഹനവുമായി മംഗളൂരുവിലേക്കായിരുന്നു പോയത്. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ഒടുവിൽ എത്തുമ്പോഴേക്കും ഇയാൾ മറ്റൊരു കേസിൽ മംഗളൂരുവിൽ പോലീസ് പിടിയിലായിരുന്നു. അങ്ങനെ അവിടെ എത്തി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാറ് മോഷണവുമായി ബന്ധപ്പെട്ട് 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ മറ്റ് ഏതെങ്കിലും മോഷണം ഈ സമീപകാലത്തായി നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണം ഈ സംബന്ധിച്ചുണ്ടാകും. എന്നാലും ഈ 3 പ്രതികളെയും പോലീസിൽ ഇപ്പോൾ പിടികൂടാനായിട്ടുണ്ട്. ബൈജു, ഈ പറഞ്ഞ പോലെ ബൈക്ക് മോഷണവും നടക്കുന്നു. ഇത് ഈ വാഹന മോഷ്ടാക്കളുടെ ഒരു വലിയ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ ഇത് അങ്ങനെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പിറകിൽ അത്തരം ചില സംശയങ്ങളും കൂടി ഉണ്ടോ പോലീസിന്? അങ്ങനെ എന്തെങ്കിലും വല്ല സൂചനകളും ഉണ്ടോ ഇതിനപ്പുറത്തേക്ക്? തീർച്ചയായും ഉണ്ട് അപർണ. കാരണം ഈ അസറുദ്ദീൻ എന്ന് പറയുന്നയാൾ 1,80,000 രൂപയ്ക്കാണ് ഈ കാർ വാങ്ങുന്നത്. അതായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനം ഇത്രയും ചെറിയ പണത്തിനാണ് വാങ്ങുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ മാറ്റിയാണ് ഇയാൾ ഈ കാർ ഇവിടെ നിന്ന് കടത്തുന്നുണ്ടായത്. പ്രത്യേകിച്ച് മേട്ടുപ്പാളയത്ത് നിന്ന്, തമിഴ്നാട് നിന്നാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാനായത് എന്ന് തന്നെയാണ് വലിയൊരു സംഘം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ ഇതിപ്പോൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടൊരു കാറ് അതിന്റെ ഡ്രൈവറുടെ സഹായത്തോടെ കടത്തിക്കൊണ്ടുപോയതാണ്. അങ്ങനെയല്ലാതെ പലതരത്തിലുള്ള വാഹനം മോഷ്ടിച്ച് ഒരു പക്ഷേ ഈ തമിഴ്നാട്ടിലെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതായ ഒരു വിവരങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഏതായാലും അസറുദ്ദീൻ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. പോലീസ് കൃത്യമായി മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ അസറുദ്ദീൻ ഉൾപ്പെടെ വലിയൊരു സംഘം ഇത്തരത്തിൽ വാഹനം മോഷ്ടിക്കുകയും അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ നിരവധി
നിരവധി വാഹനങ്ങൾ ഇവർ കേരളത്തിൽ നിന്നും മോഷ്ടിച്ച് കൊണ്ടുപോയതായൊക്കെ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ വീട്ടിൽ ഡ്രൈവറും അതുപോലെ തന്നെ വലിയ നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ട് ഈ ഒരു വാഹന മോഷണ സംഘം തന്നെയാണ് ഇത്, വലിയൊരു സംഘത്തിന്റെ കണ്ണികളാണ് ഇവർ എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അസറുദ്ദീൻ ഇതിൽ ഈ വാഹനം എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇയാൾ 1,80,000 രൂപയ്ക്കാണ് ഈ ഒരു കാറ് വിലക്ക് വാങ്ങുന്നതും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇത് ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുപോയതാണ്. ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്തിക്കുക, അതായിരിക്കാം ഒരുപക്ഷെ ഈ അസറുദ്ദീന്റെ ദൗത്യം. അങ്ങനെ എത്തിക്കുന്നതിനിടയിൽ തന്നെ പോലീസിന് ഇവരെ പിടികൂടാനായി. ഏതായാലും തമിഴ്നാട് കേന്ദ്രീകരിച്ച് വലിയൊരു വാഹന മോഷണ സംഘം കേരളത്തിൽ നിന്നുൾപ്പെടെ വാഹനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസിന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. അപർണ. റൈറ്റ്, കെ വി ബൈജു വിവരങ്ങൾ നൽകി.